പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 2-ാം തീയതി തിങ്കളാഴ്ച. എല്ലാവരെയും ക്രിസ്തുനാമത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഇത് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഓർക്കുക. മക്കളെ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നിയോഗമാണ് ഓർക്കണ്ടേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഡിസംബർ 2-ാം തീയതി തിങ്കളാഴ്ചയായി ഇന്ന് ഞങ്ങളുടെ മക്കളെ ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ജീവിത വിഷയങ്ങളിലേക്കും വീതികളിലേക്കും കർത്താവിൻ്റെ നാമത്തിൽ അയക്കുകയാണ്. കർത്താവ്, നിന്റെ വിശുദ്ധ ദൂതൻ അവരെ സംവഹിക്കുകയും അവർ പോകുന്നിടങ്ങളിലെല്ലാം നിന്റെ സാന്നിധ്യം അവർക്ക് ഉണ്ടാവുകയും ചെയ്യണമേ. കർത്താവ്, ഇന്നത്തെ പ്രത്യേക ഭാരങ്ങളിൽ ജീവിക്കുന്നവരുടെ ഈശോയെ, ആര് ഞങ്ങളെ സഹായിക്കുമെന്ന് ഓർത്ത് ഓരോ സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ ആരാണ് നമ്മളെ സഹായിക്കണത്, ഈ യാത്ര സഫലമാകുമോ എന്ന് വിചാരിക്കുക. യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ ഈശോയെ, നാട്ടിൽ തന്നെ നിൽക്കുന്നവർ കർത്താവെ, അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിവിധ വിഷയങ്ങളുണ്ട് ഈശോയെ. ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവെ നിരന്തരമായ പ്രശ്നങ്ങളിൽ കുടുംബത്തിലെ വിഷമത്തോടെ ഭാരപ്പെടുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. രോഗികളെ, കുഞ്ഞുങ്ങളെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഭാരപ്പെടുന്നവരെ, സാമ്പത്തിക ഭാരമുള്ളവരെ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ, സർവം വീണ്ടും പരാജയപ്പെട്ടു, എഴുതിയ പരീക്ഷ വീണ്ടും പരാജയപ്പെട്ടു, അങ്ങനെ മനസ്സിടിഞ്ഞു പോയവരുണ്ട് ഈശോയെ. അവർക്കെല്ലാം കർത്താവെ
അവരെല്ലാം സാഷ്ടാംഗ പ്രണാമം പോലെ നിൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ തിരുസന്നിധി കിടക്കുകയാണ്. കാര്യം ഇനി അങ്ങ് തന്നെ വന്ന് വിളിക്കാതെ എഴുന്നേക്കാത്ത അനേകം മക്കളുണ്ട് ഈശോയെ. കർത്താവേ, അവരെയെല്ലാം അങ്ങ് തന്നെ വന്ന് അവരുടെ യോഗ്യത നോക്കാതെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയാൽ അവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ആരും സഹായിക്കാനില്ല, അത് സഹായിച്ചിട്ടും വലിയ കഥയൊന്നുമില്ല, കാര്യമില്ല എന്ന് പറഞ്ഞ് സഹായിക്കാൻ ഇഷ്ടമുള്ളവർ പോലും സഹായിക്കാത്ത അവസ്ഥയുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള മനസ്സിൻ്റെ ഭാരത്തിൽപ്പെട്ട് കിടക്കുന്നവരെ, ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, ഷുഗർ കൂടുന്നവരെ, ആന്തരികമായ അവയവങ്ങൾക്ക് കേടുപാടുകൾ മൂലം ആശുപത്രിയിൽ നിന്ന് മാറാൻ നടക്കുന്നവർ, സമാധാനത്തിൽ ജീവിക്കും, ശരീരം മനസ്സിനെല്ലാം കർത്താവേ അസ്വസ്ഥതയും വേദനയും രോഗവും പീഡയും മനപ്രയാസവും അനുഭവിക്കുന്ന ഈശോയെ, ഒരു സന്തോഷം ഉണ്ടായിട്ട് ഒരു ദിവസം കിട്ടണില്ല എന്ന് ഓർത്ത് വിഷമിക്കുന്നുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാവരെയും നിന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം ഈശോയെ. ഒരു ദുശീലം പിടികൂടിയിട്ട് മദ്യപാനമാകാം, മറ്റു തരത്തിലുള്ള ദുശീലങ്ങളാകാം, വന്നിട്ട് പോണില്ല, മാറണമെന്ന് ആഗ്രഹമുണ്ട്, കഷ്ടപ്പെട്ട് മാറുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അടിപ്പെട്ടിട്ട് മനസ്സിടിഞ്ഞ് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവിൻ്റെ വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഈശോയെ, ജീവിതത്തിൻ്റെ ചില ബുദ്ധിമുട്ട് കാരണം അതിന്മേൽ തട്ടി ജീവിത പ്രശ്നങ്ങൾ തട്ടിയിട്ട് വിശ്വാസം തെറിച്ചു പോയവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവിടെ അല്ലാത്ത കാരണം കൊണ്ടും അവിടെ കാരണങ്ങൾ കൊണ്ടും വിശ്വാസം നഷ്ടപ്പെട്ടു പോയ എല്ലാവർക്കും കർത്താവെ വിശ്വാസം തിരികെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാള ദൈവശക്തിയാൽ പ്രാർത്ഥനാ ജീവിതം തിരിച്ചു ലഭിക്കുകയും വിശ്വാസ ജീവിതം അവരെ സമ്പുഷ്ടമാക്കുകയും ചെയ്യാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ ഈ ദിവസത്തെ മക്കളെ ആശീർവദിക്കുന്നു. നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം മത്തായിയുടെ സുവിശേഷം 1-24 വാക്യം. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. അതായത് ഇതിനകത്ത് നമുക്ക് വരുന്ന ഒരു വചനം എന്ന് പറയുന്നത് ഭാര്യയെ സ്വീകരിക്കാത്തതല്ല ഇവിടുത്തെ ഇന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്നിട്ട് എന്താ ചെയ്യണത്? കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ഓരോ ദിവസവും നിദ്രയിൽ നിന്ന് ഉണരുമ്പോ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്യണം. അതാണ് നമ്മുടെ വെല്ലുവിളി, ചാലഞ്ച്. ഇപ്പം നമ്മൾ ബിരിയാണി ചാലഞ്ച് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഇതൊരു ഭജന ചാലഞ്ചാണ്, ഗോസ്പൽ ചാലഞ്ചാണ്. എന്താ കാര്യം? ഓരോ ദിവസവും ദൈവം നമ്മൾ നിദ്രയിൽ നിന്ന് ഉണർത്തുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ്, കർത്താവേ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. കാര്യം തന്നെ പണ്ടൊക്കെ നമുക്ക് ഈ പാരമ്പര്യം ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വെളുപ്പിന് പ്രാർത്ഥന ചെയ്തെങ്കിലും എൻ്റെ അപ്പൻ്റെ പെങ്ങന്മാരുടെ വീട്ടിൽ ആൻറ്റിമാരുടെ വീട് അടുത്താണ്, ചിറ്റകന്മാരുടെ വീട് അടുത്താണ്, അരികിലാണ്. അവർ വെളുപ്പിന് എന്നിട്ട് അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കും. ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒത്തിരി പേർക്ക് വെളുപ്പിനെ പ്രാർത്ഥനയുണ്ട്, ജപമാല അല്ലെങ്കിൽ അവിടേതായിട്ടുള്ള കുടുംബ പ്രാർത്ഥന ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുമ്പോൾ, പണ്ട് അമ്മമാർ നമ്മൾക്ക് പെറ്റ് കിടത്തി കഴിയുമ്പോൾ അമ്മ ആദ്യം തന്നെ നമ്മുടെ നെഞ്ചിൽ ചുണ്ടലുമൊക്കെ നെറ്റി കുറിച്ച് വരക്കും. നമ്മൾ മുതിർന്ന് കഴിയുമ്പോഴുമൊക്കെ പണ്ട്, അതായത് അമ്മമാർ പ്രാർത്ഥിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്, ആകാത്ത കാഴ്ചകളിൽ നിന്ന് കണ്ണിനെയും വേണ്ടാത്ത കേൾവിയിൽ നിന്ന് ചെവിയെ സംരക്ഷിക്കണമെന്ന്. അതായത് കുരിശിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും. കാര്യം കുരിശെന്ന് പറയുന്നത് ഭയങ്കര പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്ന വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസത്തിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം എന്താണ്? കുരിശാണ്. കർത്താവ് സാത്താനെ തിന്മയും ജയിച്ചത് കുരിശിനാലാണ് ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കുരിശ് കൊണ്ട് നമ്മൾ വരച്ചിരിക്കണം, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെ വിശുദ്ധം
ഞാൻ സ്പോർട്സ് താരങ്ങളില്ലേ, അവർക്ക് ഓൺ എയർ മാച്ച് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ വിസിലടിക്കുമ്പോൾ അവരത് ഇങ്ങനെ കാണിക്കണം, കത്തോലിക്കല ഇങ്ങനെ കാണിക്കും. എന്താ കാര്യം? അതിനുള്ള സമയമേ ഉള്ളൂ. പക്ഷേ അത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുമ്പിലാണ് കാണിക്കുന്നത്. അതിന് ഭയങ്കര വിശ്വാസം പ്രഖ്യാപനമാണ്. അതുപോലെ പറ്റുമ്പോഴൊക്കെ അതിന് വിശ്വാസം പ്രഖ്യാപിക്കാൻ നോക്കണം. എവിടെ ഏത് പൊതുനിരത്തിലായാലും റോഡിലായാലും കൂട്ടത്തിലായാലും അവരെന്തോ വിചാരിക്കും. എല്ലാവർക്കും പണിപറ്റണമെങ്കിൽ അറിയാമോ? നമ്മൾ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് വിചാരിച്ച് നമ്മളെ രണ്ടാം പൗരനാക്കും ചില ആൾക്കാർ ഇതൊക്കെ പ്രൈവറ്റായിട്ട് ചെയ്യേണ്ടതല്ലേ എന്ന് ഓർക്കും. അങ്ങനെയല്ല, വിശ്വാസം പ്രഖ്യാപിക്കേണ്ടതാണ്. പല ആൾക്കാരും ഭയങ്കര പ്രാർത്ഥനക്കാരാണ്, പക്ഷെ പ്രൈവറ്റ് സ്വകാര്യ ആത്മീയതയാണ്. ആധ്യാത്മികത ഒരിക്കലും സ്വകാര്യമല്ല. അത് എപ്പോഴും ഭൗതികമായ പരസ്യമായ സംഭവമാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണം, അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പോൾ ദൈവത്തെ ഏറ്റുപറയാനുള്ള സംഭവങ്ങളെല്ലാം പമ്മിക്കളെ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന കാര്യം പോലും മറച്ചു വെക്കും. അങ്ങനെയുള്ള പന്നികളാ പടി മേടിക്കണ. എന്താ കാര്യം? ദൈവം അവരെ ഒടിയേണ്ട കാര്യമില്ല. എന്താ കാര്യം? തക്ക സമയത്ത് ദൈവത്തെ അവരെ ഏറ്റു പറഞ്ഞിട്ടില്ല. ദൈവത്തെ ഇന്ന് ഏറ്റുപറയുക. നമ്മൾ ചുണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് പവറാണ് മനുഷ്യ സമൂഹത്തിൽ കർത്താവിൻ്റെ വിശ്വാസം ഏറ്റുപറയണത്. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ വിശ്വാസം ഏറ്റുപറയാനുള്ള ഒരു ദിവസമാക്കി വില പ്രാപിക്കാൻ ദൈവം തന്നെ സഹായിക്കട്ടെ. ഓരോ ദിവസവും എഴുന്നേൽക്കണത് ആ ദിവസം കർത്താവിൻ്റെ വചനം ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുവേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.